എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ ആ വാർഡൻ മകലൻ അവനാണെങ്കിൽ ലെവൽ 3ലേക്ക് അവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ലൂഫിയുടെ തൊട്ടുപുറകിലുണ്ടായിരുന്ന പ്രിസണേഴ്സിനെ മുഴുവൻ അവൻ പോയിസണില് പൊക്കി കൊല്ലുകയാണ്. ലൂഫിക്കാണെങ്കിൽ അവന്റെ ഹാർട്ട് ബീറ്റ് കൂടിക്കൂടി വരും. ഉടനെ ഡാൻസർ അവൻ നിലവിളിച്ചു പറയും, ലൂഫി ഓടിക്കോ, ഒരു കാരണവശാലും നീ തിരിഞ്ഞു നോക്കാൻ പാടില്ല. കട്ട് ചെയ്ത മറ്റൊരു ഭാഗത്ത് ഇവാനാണെങ്കിൽ ബാക്കിയുള്ള ചില പ്രിസണേഴ്സിനെ ഡയറക്റ്റ് സെക്കൻഡ് ലെവലിലേക്കുള്ള ഒരു വഴിയിലൂടെ കടത്തിവിടാണ്. ആക്ച്വലി നമ്മുടെ ആൾക്കാരെല്ലാവരും രക്ഷപ്പെട്ട് ഇൻ കേസ് ലെവൽ 1ലേക്ക് വന്നാൽ തന്നെ അവർക്ക് പുറത്തേക്ക് പോകണമെങ്കിൽ ഒരു നേവി കപ്പൽ ആവശ്യമാണ്. ഇനി ഇൻ കേസ് അവർക്കൊരു കപ്പൽ കിട്ടിയാൽ തന്നെ ആ ഗേറ്റ് ഓഫ് ജസ്റ്റിസ് അത് തുറന്നു വേണം പുറത്തേക്ക് പോവാൻ. അതിനുള്ളിൽ ഉറപ്പായാലും ആ മകലൻ അവൻ അവിടേക്ക് വന്ന് അവരെ അറ്റാക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇവിടെ ഇവാൻ അവൻ ഈ കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ആലോചിച്ച് എന്തൊക്കെയോ കണ്ടുപിടിച്ച് ഇപ്പൊ സെക്കൻഡ് ലെവലിലേക്ക് എല്ലാവരെയും സ്പീഡിൽ ഓടിച്ചു വിടുകയാണ്. അതിനുശേഷം ഇവാനും ഇനുസുമയും അവർ രണ്ടുപേരും ചേർന്ന് എങ്ങനെയെങ്കിലും വാർഡനെ തടയാനായിട്ട് ചില പദ്ധതികൾ ആസൂത്രണം ചെയ്യാണ്. ആ പെണ്ണാണെങ്കിൽ അവളുടെ കയ്യിലുള്ള കത്രിക അതുപയോഗിച്ച് ആ സ്റ്റെയർ മുഴുവൻ വെട്ടിയിടാൻ തുടങ്ങും. അവളാണെങ്കിൽ ആ സ്റ്റെയറിന്റെ 2 പോർഷൻസും കട്ട് ചെയ്ത് മുകളിലേക്ക് എത്തും. അപ്പോഴായിരിക്കും അവൾ ഇവാനെ കുറിച്ച് ആലോചിക്കുക. ഒരുപക്ഷെ ഇവാന് മുകളിലേക്ക് വരാൻ പറ്റുമോ? ഉടനെ അവിടുന്ന് അങ്ങനെ സൂം ചെയ്ത് ഇവാനെ കാണിക്കും. അവന്റെ തൊട്ട് മുൻപില് ആ വാർഡനാണെങ്കിൽ കലി കയറി നിൽക്കാണ്. അടുത്ത നിമിഷം വേണമെങ്കിൽ അവന് ഇവാന്റെ ബോഡിയിലേക്ക് പോയിസൺ സ്പ്രെഡ് ചെയ്യാം. പക്ഷെ ഇവാനാണെങ്കിൽ പ്രത്യേകിച്ച് ഭാവവ്യത്യാസം ഒന്നും ഉണ്ടാവില്ല. അവനങ്ങനെ ഫുൾ സ്ട്രെങ്തിൽ നോക്കി നിൽക്കും. അതേസമയം ലേഡി എനുസുമ അവളാണെങ്കിൽ ഇവാനോട് സേഫ് ആയിട്ട് നിൽക്കാൻ പറഞ്ഞ് വേറെ വഴിയില്ലാതെ ആ സ്റ്റെപ്പ് മുഴുവനും വെട്ടി താഴേക്കിടും. ആ സ്റ്റെപ്പ് ആണെങ്കിൽ ഒരു പേപ്പർ പോലെ ചുരുണ്ടു മടങ്ങി അട്ടിച്ച് നിലംപൊത്തി വീഴും. ഇനി നമ്മുടെ ഇവാന് സ്റ്റെയർ വഴി മുകളിലേക്ക് പോകാൻ പറ്റില്ല. പക്ഷെ വാർഡനാണെങ്കിൽ നെഞ്ചു നുറുങ്ങുന്ന വേദനയിൽ ആ സ്റ്റെയർ നോക്കി നിൽക്കുകയാണ്. ഒരുപാട് വർഷത്തെ അധ്വാനമാണ് ആ സ്റ്റെയറുകളെല്ലാം. അത് വെറും ഒറ്റ സെക്കൻഡ് കൊണ്ട് നിങ്ങൾ തകർത്തല്ലോ എന്ന് പറഞ്ഞ് അവനങ്ങനെ കലി കയറി നിൽക്കും. എനുസുമയാണെങ്കിൽ വീണ്ടും അറഞ്ചം പുറഞ്ചം ഓരോ ഭാഗമായിട്ട് കട്ട് ചെയ്യാണ്. ഇവിടെ ഇവാൻ അവൻ അങ്ങനെ അവന്റെ വയറ്റില് ആഞ്ഞു കുത്തും. സോ ലേഡി ആയിരുന്ന ഇവാൻ ഇപ്പൊ ബോയ് ആയിട്ട് മാറും. ഇവാൻ ഫുൾ ഫോഴ്സിൽ റൊട്ടേറ്റ് ചെയ്ത് ആ ഒരു ഡ്രാഗനെ അട്ടിച്ച് തകർക്കും. പക്ഷേ മകലിനാണെങ്കിൽ അതിനു പകരം 3 ഡ്രാഗൺസിനെ ക്രിയേറ്റ് ചെയ്യും. പക്ഷെ അപ്പോഴും ഇവാന് അവന്റെ കോൺഫിഡൻസ് നഷ്ടപ്പെട്ടിട്ടില്ല. നീ നിന്റെ ഫ്രണ്ട്സും എന്തൊക്കെ ചെയ്തിട്ടും കാര്യമില്ല, ലൂഫി ഒരിക്കലും രക്ഷപ്പെട്ടു പോകാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് അവനങ്ങനെ സ്ട്രോങ് ആയിട്ട് നിൽക്കും. അത് കണ്ട് നമ്മുടെ ഇവാൻ അവനാണെങ്കിൽ ഇപ്പോ മറ്റൊരു മാജിക്കൽ പവർ ഉപയോഗിച്ച് അവനെങ്ങനെ വണ്ടറടിപ്പിക്കാൻ തുടങ്ങും. അവൻ കാവടി തുള്ളി ഓരോ മാജിക് ഒക്കെ കാണിക്കുന്ന കണ്ട് ഇവിടെ നമ്മുടെ മകലൻ പോലും വണ്ടറടിച്ച് നിൽക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് സ്റ്റെയർ കവർ ചെയ്ത് ഇപ്പൊ കുറച്ച് ആനിമൽസ് അവറ്റുകൾ അങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴായിരിക്കും അവർ കാണുക ഒരു കൂട്ടം പെർസണേഴ്സ് ഒരു ബെല്ലും ബ്രേക്കും ഇല്ലാതെ അവിടേക്ക് ഓടി വരികയാണ്. ഇവരാണെങ്കിൽ വളരെ കുറച്ചു പേരേ ഉള്ളൂ. സോ അവരെല്ലാവരും കൂടെ ചേർന്ന് വന്ന ഉറപ്പായിട്ടും ഇവർക്ക് അവരെ തോൽപ്പിക്കാനാവില്ല. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ലൂഫി അവന് ചുറ്റും ഒരുപാട് സിംഹങ്ങൾ അങ്ങനെ റൗണ്ട് ചെയ്യും. അവൻ അറഞ്ചം പുറഞ്ചും ചവിട്ടി തെറിപ്പിച്ച് കൂളായിട്ട് മുൻപോട്ട് തന്നെ കുതിക്കും. അപ്പോഴായിരിക്കും അവനൊരു കാര്യം ആലോചിക്കുക. ആ മകലൻ അവൻ ഇവന്റെ തൊട്ട് പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. അവൻ എവിടെ പോയി, അവൻ എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞ് ലൂഫി തിരിഞ്ഞു നോക്കും. അപ്പോഴായിരിക്കും ഡാൻസർ പറയാ, ഞാൻ ലാസ്റ്റ് ടൈം അവരെ കാണുമ്പോ ആ ലേഡിയും ഇവാനും അവർ രണ്ടുപേരും താഴെ തന്നെയായിരുന്നു. ലൂഫിക്ക് കാര്യം പിടികിട്ടും. ലൂഫിയെ പ്രൊട്ടക്ട് ചെയ്യാനാണ് അവരിപ്പോ അവരുടെ ജീവൻ പണയപ്പെടുത്തി അവനുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നതെന്ന്. ഡാൻസർ ആണെങ്കിൽ ലൂഫിയുടെ കൈ പിടിച്ച് വലിക്കും. പ്ലീസ് ദയവ് ചെയ്ത് നീ ഇവിടെ നിൽക്കരുത്, മുൻപോട്ടേക്ക് പോ. ഇപ്പൊ നീ തിരികെ പോയാ അവരുടെ രണ്ടുപേരുടെയും കഷ്ടപ്പാടിന് യാതൊരു വിലയും ഉണ്ടാവില്ല. അതിന് സംഭവിക്കാനായിട്ട് പാടില്ല. നീ പോയേ പറ്റൂ, എയ്സിനെ രക്ഷപ്പെടുത്തിയേ പറ്റൂ. ഇവാൻ ഉറപ്പായിട്ടും രക്ഷപ്പെടും, അവനൊന്നും സംഭവിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഡാൻസർ ആണെങ്കിൽ ഇപ്പൊ ലൂഫിയെ സമാധാനിപ്പിക്കും. വേറെ വഴിയില്ലാതെ ലൂഫി മുൻപോട്ടേക്ക് തന്നെ പോവും. അപ്പോഴായിരിക്കും ലെവൽ 2ലുള്ള കൾ മുഴുവൻ തുറന്നു കിടക്കുന്നതായിട്ട് അവർ കാണാം. അവിടെയാണെങ്കിൽ ഇപ്പൊ ഒറ്റ പ്രസനേഴ്സ് പോലും ഇല്ല. കട്ട് ചെയ്ത ഇവിടെ ബഗ്ഗിയും നമ്പർ 3യും അവരാണെങ്കിൽ അവരുടെ പ്രിസണേഴ്സിന്റെ കയ്യിൽ ഒരുപാട് ആയുധങ്ങളൊക്കെ കൊടുത്ത് ചുറ്റുമുള്ള സോൾജേഴ്സുമായിട്ട് ഇപ്പൊ പൊരിഞ്ഞ അട്ടിയിടി ബഹളം. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇവിടെ ബഗ്ഗിയാണെങ്കിൽ അവന്റെ കയ്യിൽ കിട്ടിയ എല്ലാ സെല്ലുകളും ഓപ്പൺ ചെയ്ത് വിട്ടുകൊണ്ടേയിരിക്കുകയാണ്. കമോൺ വായു, നമുക്ക് പുറത്തേക്ക് പോവാന്ന് പറഞ്ഞ് എല്ലാവരെയും അവൻ റിലീസ് ചെയ്യും. അവർക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. ബഗ്ഗി അദ്ദേഹം ഞങ്ങളുടെ ദൈവമാണ്, ഞങ്ങളെ രക്ഷിച്ചത് ബഗ്ഗിയാണെന്ന് പറഞ്ഞ് അവരിപ്പോ ജയ് വിളിക്കും. അതുമാത്രമല്ല അവരുടെ കയ്യിൽ കമ്പും കോലും തോക്കും അങ്ങനെ ഒരുപാട് ആയുധങ്ങളൊക്കെ കൊടുത്ത് സോൾജിയേഴ്സിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് അവർ പറഞ്ഞു വിടും. ഒരുപാട് കഷ്ടപ്പെട്ടും ഫൈറ്റ് ചെയ്തൊക്കെ ബഗ്ഗിയാൻ ടീം ലെവൽ 1ൽ എത്തിയിരിക്കുകയാണ്. ലൂഫി ടീം ആണെങ്കിൽ 5ഉം 4ഒക്കെ താണ്ടി ഇപ്പൊ 3യിലെത്തി. മറ്റൊരു ഭാഗത്ത് ഇവാനാണെങ്കിൽ ആ വാർഡനെ കളിയാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. അവൻ ഓരോ തവണ അറ്റാക്ക് ചെയ്യുമ്പോഴും സൈഡിൽ ശബ്ദം ഉണ്ടാക്കി അവനെ വെട്ടിത്തിരിപ്പിച്ച് ഓരോ ഭാഗത്തേക്ക് പോയിക്കൊണ്ടേയിരിക്കും.
ചുന്ദരി വില്ലെത്തിയെ സോൾജിയേഴ്സ് എല്ലാവരും ചേർന്ന് സേഫായിട്ട് താഴെ ഇറക്കും. പക്ഷെ എന്താ, അവളുടെ ബാക്ക് ബോണിന് കാര്യമായിട്ട് പരുക്കുപറ്റി. കാരണം ഇവാനാണെങ്കിൽ അവളെ തൂക്കിയെടുത്ത് അങ്ങനെ വളച്ചൊടിച്ചിരുന്നു. സോ വേദന സഹിക്കാൻ വയ്യാതെ അവൾ എങ്ങനെ എഴുന്നേറ്റ് നിൽക്കുമ്പോഴായിരിക്കും അവളുടെ ഡീമൺ ഗാർഡ്സ് അവറ്റകൾ അങ്ങനെ കിടക്കുന്നത് കാണുക. യു ആർ അൺബിലീവബിൾ. നിങ്ങളിവിടെ ഊർക്കം വലിച്ച് ഉറങ്ങുകയാണല്ലേ? ചാടി എഴുന്നേക്കാൻ പറഞ്ഞ് അവളെ ചാട്ടിയെടുത്ത് അവരെ അറിഞ്ചം പുറഞ്ചാട്ടിക്കും. അവരാണെങ്കിൽ അടിയും കിട്ടി മൂടും തടവി ഇപ്പൊ നമ്മുടെ ആൾക്കാർ വീണ്ടും പിടിക്കാനായിട്ട് ഓടും. കട്ട് ചെയ്ത ആ കൺട്രോൾ റൂം കാണിക്കും. ഇരുവാണെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന സോൾജിയേഴ്സിനെയും ഇൻഫോമേഴ്സിനെയും അങ്ങനെ എല്ലാവരെയും കൊന്നു കളഞ്ഞിരിക്കുകയാണ്. അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത് ആ ജയില് കാണിക്കുകയാണ്. അതിനു ചുറ്റുമാണെങ്കിൽ ഒരുപാട് കപ്പലുകൾ നിരത്തി വെച്ചിരിക്കുകയാണ്. ആർക്ക് വേണമെങ്കിലും ഇഷ്ടമുള്ള കപ്പൽ സെലക്ട് ചെയ്ത് എടുത്തോണ്ട് പോകാൻ പറ്റും. നമ്മുടെ ലൂഫി ആണെങ്കിൽ ഒരു വിധത്തില് ഓരോ ഫ്ലോറുകളായിട്ട് കയറി വരും. അവർക്ക് എത്രയും പെട്ടെന്ന് എയ്സിനെ രക്ഷിക്കാൻ കപ്പലെടുത്ത് പോയേ പറ്റൂ. മൈ ബ്രദർ എയ്സ്, നീ പേടിക്കേണ്ട ആവശ്യമില്ല, എത്രയും പെട്ടെന്ന് ഞാൻ അവിടേക്ക് വരുന്നു പറഞ്ഞ് അവൻ ക്ലോക്കിലേക്ക് നോക്കും. ഇപ്പൊ ടൈം 10 മണി. ഇനി കുറച്ച് മണിക്കൂറുകൾ മാത്രമേ അവൻ എക്സിക്യൂഷന് ബാക്കിയുള്ളൂ. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ ഇവാനെ കാണിക്കും. ഇവാന്റെ മുഖത്താണെങ്കിൽ ആ വാർഡൻ അവൻ ഒരുപാട് പോയിസൺ ഒക്കെ അങ്ങനെ സ്പ്രെഡ് ചെയ്തിരിക്കുകയാണ്. അവൻ നോ എന്ന് നിലവിളിച്ച് കരയാനായിട്ട് തുടങ്ങും. എന്റെ സുന്ദരമായ മുഖം അത് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് 5 മിനിറ്റ് കരയും. അടുത്ത നിമിഷം അവന്റെ ഫേസിലെ മാസ്ക് അത് അഴിച്ചു കാണിച്ച് ആ വാർഡനെ നോക്കി അങ്ങനെ കണ്ണിറക്കി കാണിക്കുകയാണ്. വാർഡനാണെങ്കിൽ ഇപ്പൊ തലയ്ക്ക് ഭ്രാന്ത് പിടിക്കും. എനക്കത്ര ധൈര്യം ഉണ്ടെങ്കിൽ എന്നെ കളിയാക്കും ചോദിച്ച് വാർഡനാണെങ്കിൽ ഇപ്പൊ അവന്റെ ഡ്രാഗനെ വെച്ച് അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. പക്ഷെ ഇവാനാണെങ്കിൽ ചിരി കൺട്രോൾ ചെയ്യാൻ പറ്റാതെ നിലത്ത് കൈയൊക്കെ അടിച്ച് പൊട്ടിച്ചിരിക്കും. ഇവാനാണെങ്കിൽ ഡെത്ത് വിങ് പവർ ഉപയോഗിച്ച് അവന്റെ ഡ്രാഗനെ ഈസി ആയിട്ട് ഡൈവേർട്ട് ചെയ്ത് വിടും. പക്ഷെ അപ്പോഴും തോക്കാൻ തയ്യാറാവാതെ വാർഡൻ ആള് വലിയൊരു പോയിസൺ അങ്ങനെ ബബിളാക്കി അവന് നേരെ ആഞ്ഞു തുപ്പും. അതിൽ നിന്നും നമ്മുടെ ആള് ഈസി ആയിട്ട് രക്ഷപ്പെടും. വാർഡനാണെങ്കിൽ പച്ച തെറിയൊക്കെ വിളിച്ച് നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് എനിക്കറിയാം, എന്റെ ടൈം അത് വെറുതെ കളയാനല്ലേ, നീ പഠിച്ച പണി 18 ശ്രമിച്ചിട്ടും യാതൊരു പ്രയോജനവും ഇല്ല. ഒരു കാരണവശാലും എയ്സിന് ഇവിടുന്ന് രക്ഷപ്പെടാനോ ലൂഫിക്ക് അവനിവിടുന്ന് രക്ഷപ്പെടാനോ എയ്സിനെ പ്രൊട്ടക്ട് ചെയ്യാനോ പറ്റില്ല. അതിന് ഞാൻ അനുവദിക്കില്ല. അടുത്ത നിമിഷം അവർ രണ്ടുപേരും ഡയറക്റ്റ് ആയിട്ട് ഏറ്റുമുട്ടുകയാണ്. മറ്റൊരു ഭാഗത്ത് നമ്മുടെ ലേഡി അവളാണെങ്കിൽ ഒരുപാട് നേരം വെയിറ്റ് ചെയ്തിട്ടും ഇവാനെ കാണാനുണ്ടാവില്ല. അപ്പോഴായിരിക്കും എന്തോ വലിയൊരു ശബ്ദവും കേൾക്കുക. അവൾ ഇവാനായിരിക്കും അവിടേക്ക് വരുന്നതെന്ന് പറഞ്ഞ് ഹാപ്പി ആയിട്ട് നോക്കും. പക്ഷെ അത് ഇവാനല്ല, മറിച്ച് ആ വാർഡൻ. അവളാണെങ്കിൽ അടുത്ത നിമിഷം തന്നെ വീണ്ടും ആ ഫ്ലോർ മുഴുവൻ കട്ട് ചെയ്യാൻ തുടങ്ങും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഇവാനെ കാണിക്കും. അവന്റെ പോയിസണില് അങ്ങനെ മുങ്ങി കുളിച്ച് കിടക്കുകയാണ് ഇവാൻ. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ബക്കിയും ടീമും ആണെങ്കിൽ ഇപ്പൊ നിലവിളിച്ച് കാറാൻ തുടങ്ങും. അവിടേക്ക് ഇപ്പൊ ഡീമൺ ഗാർഡ്സ് അവറ്റകൾ വന്നിരിക്കുകയാണ്. ഓടിക്കോ എന്ന് നിലവിളിച്ച് ബഗ്ഗിയും 3യും ഉഷാറായിട്ട് ഓടും. അങ്ങനെ അവർ ഓടി വരുമ്പോഴായിരിക്കും അവരുടെ തൊട്ട് മുൻപില് സാക്ഷാൽ ക്രൊക്കഡൈല്. പിന്നാലെ നമ്മുടെ ഡാൻസറും ലൂഫിയും അവരും ഇപ്പൊ അവിടേക്ക് വരികയാണ്. ബഗ്ഗിക്കും നമ്പർ 3ക്കും അവരെ കണ്ട് ഭയങ്കര സന്തോഷാവും. പക്ഷെ അതിലും ഏറ്റവും ഉപരിയായിട്ട് അവർക്ക് ലൂഫിയെ വിട്ടിട്ട് വന്നതിൽ ഇപ്പൊ വലിയ കുറ്റബോധം തോന്നും. ആ ജയിലിലുള്ള പ്രിസണേഴ്സും നമ്മുടെ ആൾക്കാരും അങ്ങനെ എല്ലാവരും ഇപ്പൊ ലെവൽ 1-ലെത്തി. അപ്പോഴായിരിക്കും വീണ്ടും മറ്റൊരു ശബ്ദം കേൾക്കുക. അവർ നൈസായിട്ട് ടേൺ ചെയ്ത് പുറകിലേക്ക് നോക്കും. ആ വാർഡൻ അവനാണെങ്കിൽ ചോരയൊക്കെ തുളുമ്പി അവന്റെ പോയിസണുമായി മുൻപോട്ടേക്ക് നടന്നു വരികയാണ്. അവനെ കാണുമ്പോൾ തന്നെ ലൂഫിക്ക് മനസ്സിലാവും ഇനസുമയും ഇവാനും അവർ രണ്ടുപേരും അവന് മുൻപിൽ തോറ്റുപോയെന്ന്. ഇവിടെ പോയിസണിലൊക്കെ അങ്ങനെ കുളിച്ചു കിടക്കുകയാണ് അവർ രണ്ടാളും. ലൂഫിക്കാണെങ്കിൽ അത് സഹിക്കാൻ കഴിയാതെ അവനങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.